എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നൊരു ചെറുപയർ കൊണ്ട് ഒരു ഉണ്ട അല്ലെങ്കിൽ ലഡു പോലെ അങ്ങനെ ഉണ്ടാക്കാൻ പോവുക. ചെറുപയർ സുജിയന് വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച പയറാണ്. അത് ഒരു 250 കപ്പിങ് ഒരു കപ്പ് പയറുണ്ട്. അത് ഞാൻ 3-4 പ്രാവശ്യം കഴുകിയിട്ട് വെച്ചേക്കണതാണ്. വെള്ളം കളഞ്ഞിട്ടില്ല. ഇതിനകത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാൻ പോകും. വെള്ളം ഊറ്റി കളഞ്ഞു, ഉപ്പിയെടുത്തിട്ടൊന്നുമില്ല. ഇത് ഒരുവിധം കൂടെ ചൂടാക്കിയെടുക്കും. ചെറുപയർ ഒരുവിധം മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. മൊരിഞ്ഞെത്തിച്ചാൽ പൊടിച്ചെടുക്കാനുള്ളതാണ്. ഞാൻ ചെറുപയർ കൊണ്ടുള്ള സുജിയൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവരും കാണാൻ ശ്രമിക്കുക. കാണുന്നവർ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. കാണാൻ ശ്രമിക്കുക മുമ്പ്. പിന്നെ ഞാൻ ഇടുന്നത് ശരിയോ തെറ്റോന്നോ ഒക്കെ ഉള്ള കമൻറ്റ് രൂപത്തിൽ ഇടാം. ഇത്രയേ ഞാൻ പറയാണ്. ഇതിപ്പോൾ പയർ ആയിട്ടുണ്ട് കേട്ടോ. അധികം കഴിയേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. ഞാൻ ഇത്രയും കപ്പലണ്ടി തൊണ്ട് കളഞ്ഞതാണ്. അത് ഞാൻ ഈ ചെറുപയറേക്കടെ ഇടാൻ വേണ്ടിയിട്ട്, പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. വറുത്ത കപ്പലണ്ടിയാണ്. ഒന്ന് പൊടിക്കാൻ വേണ്ടി ഒന്ന് ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. വറുത്ത കപ്പലണ്ടിയാണ്, ഒന്ന് ചൂടാവേണ്ട ആവശ്യമുള്ളൂ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്ര മതി. ഞാൻ തീ ഓഫ് ചെയ്യണം. ഞാൻ ഈ ചെറുപയറിലേക്ക് ഒരു ചെറിയ തേങ്ങയാണ് കേട്ടോ. അതിനകത്ത് ഒന്ന് ചിരകിയിട്ട് അതൊന്നും കൂടി ചെറുതാക്കി മിക്സിയിലിട്ട് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാൻ വെച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വറ്റിയാൽ മതി. ഇനി ഇതിനകത്തേക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുപയറിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര നീര് ഒരു 4 അച്ചുണ്ട ശർക്കരയ്ക്ക് കളർ കുറവാണ് കേട്ടോ. ഇവിടെ അതാണ് മേടിക്കാറ്. അച്ചുണ്ട ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുത്തേക്കണതാണ്. ഞാൻ ഇതിനകത്തേക്ക് തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്നുകൂടെ വറ്റട്ടെ. എന്നിട്ട് പൊടികളിടാം. ഒന്നുകൂടി വെള്ളം വറ്റട്ടെ ശർക്കരയിൽ. വെള്ളം വറ്റേണ്ട ആവശ്യമില്ല, പൊടിയിട്ട് മിക്സ് ചെയ്യാനുള്ളതല്ലേ. ഞാൻ ഇതിനകത്തേക്ക് ഇത്രയും ഏലക്കായ, ഇത് പഞ്ചസാര കൂട്ടി പൊടിച്ചേക്കണ ഏലക്കായ പൊടിയാണ്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഏലക്ക തന്നെ പൊടിച്ചതാണെങ്കിൽ ഇത്രയും ഇടേണ്ട ആവശ്യമില്ല, കുറച്ചിട്ടാൽ മതി. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പൊട്ട് ഉപ്പ് ഇട്ടാൽ കൂടി ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് പൊടിയിടണം. അധികം വെള്ളം വറ്റി കഴിഞ്ഞാൽ പൊടികൾ ഇട്ട് നനയ്ക്കാൻ പറ്റില്ലല്ലോ, മിക്സ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെറുപയർ ഈ രീതിയിലാണ് പൊടിച്ചെടുത്തേക്കണേ. അത് ഞാൻ ഈ തേങ്ങയുടെ ശർക്കരയുടെയും കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒപ്പം തന്നെ കപ്പലണ്ടി പൊടിച്ചതാണ് ഇത്.
അത് ഞാൻ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ അടുപ്പത്ത് തന്നെയാണ് ഇരിക്കണേ. നല്ലോണം മിക്സ് ചെയ്യുക. പൊടികളും ശർക്കര നീരും തേങ്ങയും എല്ലാം കൂടി മിക്സായിട്ടുണ്ട്. ഇതൊന്ന് ഇനി ചൂടാറട്ടെ. എന്നിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറട്ടെ. ഞാൻ കശുവണ്ടിയും നെയ്യൊന്നും ചേർക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ഞാൻ ചെറുപയറിൻ്റെ ലഡു എന്നാണ് ഞാൻ പറയണേ. അതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് കശുവണ്ടി, കപ്പലണ്ടിയൊക്കെ ഉള്ളതല്ല, അതുകൊണ്ടാണ് ചേർക്കണ്ടെന്ന് വെച്ചാൽ കുറച്ച് കശുവണ്ടി ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അത് ചെറുതാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം. നെയ്യും കശുവണ്ടി വേണ്ടാന്ന് വിചാരിച്ചതാണ്. കപ്പലണ്ടിയുടെയും തേങ്ങയുടെയൊക്കെ നെയ്മയം ഉള്ളതല്ലേ. പിന്നെ നോക്കിയപ്പോൾ ഒന്ന് കടിക്കാൻ, ചെറുപയർ ലഡു എന്നല്ല പറയാം, ഒന്ന് കടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. കശുവണ്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും മതി. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ചെറുപയറിൻ്റെ കൂട്ടിലേക്ക് ഈ കശുവണ്ടി നെയ്യോട് കൂടി ഒഴിച്ചെടുക്കുകയാണ്. ഞാനത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഞാൻ ഇതുപോലെയാണ് കുഴച്ച് വെച്ചേക്കണേ. ഇനി ഇതിങ്ങനെ ബോൾസാക്കി എടുക്കുക. ഇപ്പം നനവിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല നെയ്മയം ഉള്ളതാണ് കേട്ടോ. ഉണ്ടോ? ഇതുപോലെ ആക്കിയെടുക്കുക. ഇതുപോലെയാണ് ഞാൻ ഉരുട്ടി വയ്ക്കുന്നു. ഉണ്ടോ? ചെറുപയറിനൊക്കെ നല്ല ഗുണങ്ങളുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും തിന്നാൻ മടിയുണ്ട്. ഇതുപോലെയൊക്കെ സുജീനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തിന്നാറുണ്ട്. പിന്നെ ചെറുപയർ കൊണ്ടുള്ള പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ പിള്ളേരൊക്കെ കഴിക്കാറുണ്ട്. അല്ലാതെ ഒലത്തി കൊടുക്കുമ്പോൾ, ഉപ്പേരി ഉണ്ടാക്കി കറി വയ്ക്കുമ്പോൾ കഴിക്കാനായിട്ട് മടിയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം. പിള്ളേർക്കായാലും വലിയവർക്കായാലും. ഇതിപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ. ഒരു വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലല്ലോ. നമുക്ക് പുറത്ത് വെച്ചാലും മതി. ഞാനെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. ചെറുപയർ കൊണ്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് പുറത്തിരുന്നാലും ചീത്തയാവില്ല കേട്ടോ. അത് കുറച്ച് ദിവസമൊക്കെ പുറത്തിരിക്കാൻ പറ്റും. അധികം ദിവസമല്ല. എന്നാലും തേങ്ങ ഇട്ടത് കൊണ്ട് അധികം ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാറിൽ വരും. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിന് മടി കാണിക്കില്ലേ. പിന്നെ ഞാൻ ചെയ്യണതിൻ്റെ തെറ്റുകുറ്റങ്ങളും നല്ലതോ ചീത്തയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റിൽ കൂടി എന്നെ അറിയിക്കണേ. പിന്നെ തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.